അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും വിട. സഞ്ജു സാംസൺ ഇതാ തലയുടെ സ്വന്തം തട്ടകമായ ചെന്നൈ സൂപ്പർ കിങ്സിൽ. IPL കരിയറിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച രാജസ്ഥാൻ റോയൽസിൽ നിന്നുമാണ് സഞ്ജു വിട പറയുന്നത്. സഞ്ജുവിനെ ടീമിലെത്തിച്ചപ്പോൾ ചെന്നൈ പകരം നൽകിയത് അവരുടെ വിശ്വസ്ത പോരാളി രവീന്ദ്ര ജഡേജയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കർണിനെയും. ജഡേജയെ വിട്ടുകളഞ്ഞതിൽ ഒരു വിഭാഗം ആരാധകർ കടുത്ത നിരാശയിലാണ്. വരാനിരിക്കുന്ന സീസണിലും ധോണി ടീമിലുണ്ടാകുമെന്ന് CSK മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നു. ധോണി ടീമിലുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു പകരക്കാരനെ കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സഞ്ജുവിനെ ചെന്നൈ ടീമിലെത്തിച്ചതും. ക്യാപ്റ്റൻസിയിലും ഫാൻ ബേസിലും നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു തന്നെയാണ് ധോണിയുടെ വിടവ് നികത്താൻ അനുയോജ്യനെന്ന CSK മാനേജ്മെന്റും കരുതുന്നു. എങ്കിലും സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ല. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈ ടീമിന്റെ നായകൻ. 2022 ധോണി മാറി ജഡേജ ക്യാപ്റ്റനായി വന്നെങ്കിലും ടീം തുടർത്തോൽവികളിൽ വലഞ്ഞതോടെ ആരാധകരുടെ തല തന്നെ വീണ്ടും അവരുടെ രക്ഷകനായി അവതരിക്കുകയായിരുന്നു. 2023 ചെന്നൈയുടെ ഷെൽഫിലേക്ക് 5ാം കിരീടവും എത്തിച്ച ശേഷമാണ് ക്യാപ്റ്റൻസിയുടെ ബാറ്റൺ ധോണി ഋതുരാജിന് കൈമാറുന്നത്. കഴിഞ്ഞ 2 സീസണിലും ഋതുരാജ് ചെന്നൈയെ നയിച്ചു. എന്നാൽ 2 പതിപ്പിലും ടീമിന് പ്ലേ ഓഫിലേക്ക് കടക്കാനായിരുന്നില്ല. IPL ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു തുടർച്ചയായി 2 വട്ടം പ്ലേ ഓഫ് കാണാതെ ചെന്നൈ പുറത്തായതും. പിന്നാലെ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ടീമിലേക്ക് സഞ്ജുവിന്റെ വരവും. IPLന്റെ ആദ്യ സീസണിൽ കിരീടം നേടിയ രാജസ്ഥാൻ പിന്നീട് ടൂർണമെന്റിന്റെ കലാശക്കളിക്ക് ടിക്കറ്റ് എടുക്കുന്നത് നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം സഞ്ജുവിന്റെ ചിറകിലേറി 2022 രാഹുൽ ദ്രാവിഡ്, ഷെയ്ൻ വാട്സൺ, അജിങ്ക്യ രഹാനെ എന്നിവർക്കെല്ലാം കാലിടറിയ സ്ഥലത്താണ് സഞ്ജു എന്ന നായകന്റെ ചെറുത്തുനിൽപ്പെന്നത് ഓർക്കണം. അതും നായകസ്ഥാനം ഏറ്റെടുത്ത തൊട്ടടുത്ത വർഷം. രാജസ്ഥാൻ റോയൽസിനെ കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച നായകനായാണ് സഞ്ജുവിന്റെ പടിയിറക്കം. വമ്പന്മാർക്കിടയിൽ പലപ്പോഴും രാജസ്ഥാൻ അടിതെറ്റിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ടീമിൽ പ്രതീക്ഷ വയ്ക്കാൻ ആരാധകരെ പഠിപ്പിച്ച നായകൻ കൂടിയാണ് സഞ്ജു. മുന്നിൽ വന്ന പ്രതിസന്ധികളെയെല്ലാം അനായാസമായി കീഴടക്കിയാണ് സഞ്ജു ചെന്നൈയിലേക്ക് എത്തുന്നത്. ഒന്നുറപ്പാണ്, ധോണിയുടെ പിൻഗാമിയാകാൻ മറ്റാരെക്കാളും യോഗ്യൻ സഞ്ജു തന്നെയാണ്. സഞ്ജുവിന്റെ കരിയർ ഗ്രാഫിൽ പുത്തൻ നാഴികക്കല്ലാകും ഈ കൂടുമാറ്റം. സഞ്ജു ഇനി തലയ്ക്കൊപ്പം, അവന്റെ തലപ്പൊക്കവും വാനോളം ഉയരും. എന്തൊക്കെ പരീക്ഷണങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞാലും താൻ കയറി വരുമെന്ന ബാറ്റ് കൊണ്ട് പലതവണ തെളിയിച്ചവനാണ് സഞ്ജു. അയാളുടെ വീഴ്ച കാണാനും പകരക്കാരെ എത്തിക്കാനും കാത്തിരുന്നവർക്ക് ഒരു മറുപടിയേ ഉള്ളൂ: കഥ തുടരും. ഇവിടെ ഏത് റോളും പോകും. വെൽക്കം സൂപ്പർ കിങ് സഞ്ജു.